ഗൈസ് അങ്ങനെ PSG റയൽ മാഡ്രിഡിനെ പഞ്ഞി കിട്ടിയിരിക്കുകയാണ്. ഏതായാലും ഇത് നിങ്ങൾ ആ റയൽ മാഡ്രിഡ് ഫാനായ ഫ്രണ്ടിന് ഒന്ന് അയച്ചു കൊടുത്തിട്ട് ചോദിക്കുക, നിങ്ങളാണോ ഇന്റർ മിയാമി PSG-യോട് 4 ഗോൾ വാങ്ങി തോറ്റപ്പോൾ അവരെ കളിയാക്കാൻ പോയത്? അതുപോലെ അൽ ഹിലാൽ ഒരു കളി ജയിച്ചപ്പോൾ സൗദി ലീഗാണ് ലോകത്തിലെ ടോപ്പ് ലീഗ് എന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് PSG റയലിനെതിരെ അടിച്ചത് 4 ഗോളാണ്. PSG മിയാമിക്കെതിരെ അടിച്ചത് 4 ഗോളായിരുന്നു. സോ MLS-ഉം ലാലിഗയും ഒക്കെ ഒരേ തട്ടിലായിരിക്കുമല്ലേ. ഏതായാലും റയലിന്റെ ഡിഫൻസ് ഇന്ന് വളരെ ശോകമായിരുന്നു. ഒരുപാട് മിസ് പാസുകൾ, ഒരുപാട് സില്ലി മിസ്റ്റേക്കുകൾ. ഏതായാലും കിട്ടിയ അവസരങ്ങളെല്ലാം PSG കൃത്യമായിട്ട് മുതലാക്കി. ഏതായാലും റയൽ മാഡ്രിഡിന്റെ അടുത്ത കാലത്ത് കളിച്ചതിൽ വെച്ച് ഏറ്റവും മോശം കളിയായിരുന്നു മാഡ്രിഡ് താരങ്ങൾ പുറത്തെടുത്തത്. റയൽ ഫാൻസ് PSG കോച്ച് എൻറിക്കനോട് നന്ദി പറയാം. കാരണം മെൻഡസിനെയും ഡെംബലേനെയും ഡൂനേനെയും ഒക്കെ പോലുള്ള പ്ലേയേഴ്സിനൊക്കെ പെട്ടെന്ന് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന്. അതുപോലെ ഇതിൽ ഏറ്റവും സങ്കടം എംബാപ്പയുടെ കാര്യം ഓർക്കുമ്പോഴാണ്. PSG വിട്ട് റയലിലേക്ക് വന്നത് കപ്പടിക്കാനും UCL നേടാനൊക്കെയാണ്. എന്നാൽ റയൽ UCL നേടിയതുമില്ല. ചാമ്പ്യൻസ് ലീഗും PSG നേടി. ഇപ്പോൾ FIFA ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ റയലിനെ പുറത്താക്കിയിരിക്കുകയാണ് PSG.